ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ ഒരിക്കൽ കൂടി നമ്മളെ തേടി ഓണം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുട്ടിക്കാലത്ത് ഓർമ്മകൾ പുതുക്കാനായിട്ട് നമ്മളുടെ കുടുംബക്കാരുടെ ഓർമ്മകൾക്കായിട്ടും, അതായത് കുടുംബക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കാരണവന്മാർ, അങ്ങനെ ഒട്ടനവധി പേരുണ്ടല്ലോ. ഒരു ഓണം, പൊന്നോണം അങ്ങനെ വരവാനായി. കള്ളവുമില്ല, ചതിയുമില്ല, ലോകമെങ്ങാടും കൊണ്ടാടുന്ന ഓണം, ഓണം സെലിബ്രേഷൻ, ഓണം ഫെസ്റ്റിവൽ. എല്ലാവിടെയും ഓണം വരവേൽക്കാനായി, ഓണത്തപ്പനെ വരവേൽക്കാനായി നാടും വീടും ലോകവും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ചിന്തിക്കേണ്ടിടത്ത് ചിന്തിക്കണം. എല്ലാവരും ഒത്തൊരുമ വേണം. ഒരു സൗഹൃദം, ഒരു കൂട്ടായ്മ, ഒരു ക്ലബ്ബ് എല്ലാവിടെയും ഉണ്ടാകും. ഒരു ചിരിച്ച് സന്തോഷിക്കുക. ആരും തമ്മിൽ പിണങ്ങരുത്. കാരണം നമ്മളെയെല്ലാം നോക്കാൻ മുകളിലൊരുത്തനുണ്ട്, ദ ഗോഡ്. നമ്മളെ ഇപ്പോൾ നമ്മൾ മുഖാമുഖം കാണുന്നതും ആ ഗോഡിൻ്റെ കഴിവ് കൊണ്ടാണ്. ആ കഴിവ് നമ്മളിലൂടെ വന്ന് നമ്മളെ സ്റ്റുഡൻ്റാക്കി മാറ്റി നമ്മളെ പഠിക്കാൻ വിടുന്നു. അനുഭവത്തിലൂടെ ശിക്ഷ തന്ന്, അനുഭവത്തിലൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, ഓരോ ചിന്താഗതിയിലൂടെ, പുതിയ വഴിതിരിവിലൂടെ, പുതിയ നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടി ഒത്തൊരുമിച്ച്, ഒറ്റയ്ക്കല്ല കൂട്ടായ്മയോടെ പൊരുതണം. ഒത്തുപിടിച്ചാലേ മലയും പോരൂ, പയ്യെ തിന്നാലേ പനയും തിന്നാൻ കഴിയൂ. അല്ലേ? ഒറ്റയ്ക്ക് കഴിയില്ല. ഒറ്റയ്ക്ക് ആക്രാന്തം പാടില്ല. ഒരു കൂട്ടായ്മ. ഒരു സസ്യമുണ്ടെങ്കിൽ അതിന് ഇതളുണ്ടാവും. ഒരു ഇതൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഇതളും കൂടി ഉണ്ടാവും. 2 ഇതളുണ്ടാവും. ഒരു ബാലൻസിങ്, ഒരു ത്രാസ് പോലെ. നമ്മളാരും ഒറ്റയ്ക്കല്ല, നമ്മളൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും, ഞാൻ നിങ്ങളെയും കാണുന്നുണ്ടാവും. നമ്മളുടെ സലീം കുമാർ ഏട്ടൻ പറഞ്ഞ പോലെ, ഈ കാണുന്ന ഞാൻ ഇവിടെയല്ല, മറ്റെങ്ങും എവിടെയോ ആണ്. നമ്മൾ പ്രകാശം പോലെയാണ് സഞ്ചരിക്കുന്നത്. എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിയെ ഉണ്ടാക്കാനും കഴിയില്ല, ഉണ്ടാക്കിയ എനർജിയെ നശിപ്പിക്കാനും കഴിയില്ല. അത് ചലിച്ചുകൊണ്ടേയിരിക്കും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു സ്ഥിരതയിലേക്ക് എത്തുന്നവരെയും ചലിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഓണത്തിൻ്റെ പുതിയ വിശേഷങ്ങളായിരിക്കും. പൂക്കളം ഒരുക്കണം, വീട് വൃത്തിയാക്കണം, പൂക്കളം ഒരുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് ലെഫ്റ്റ് പോലെ ചിന്തിക്കുക, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും ക്ലബിലൊക്കെ പോയി പങ്കെടുക്കുക, ഒറ്റയ്ക്ക് ഇരിക്കരുത്, പുറത്തൊക്കെ ഇറങ്ങുക, നാലാളെ കാണുമ്പോൾ ഒന്ന് സ്മൈൽ ചെയ്യുക. അപ്പം നിങ്ങളെയും പുഞ്ചിരിക്കും. നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ പുലർത്തുക, കൂട്ടായ്മ വർദ്ധിപ്പിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.